ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു Q&A സെഷനുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികളൊക്കെ ഒരുപാട് എൻക്വയറീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാം. ഇന്ന് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ്. പക്ഷേ എനിക്ക് എണീക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ബ്രെഡും ബട്ടറും എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കഴിച്ചത്. ഭയങ്കര മടിയായിരുന്നു എണീക്കാൻ. ഫുഡ് ശരിക്കും നമ്മൾ എവിടെ നിന്ന് കഴിക്കണം എന്ന് വെച്ചാൽ മെസ്സാൾ തന്നെ കഴിക്കണം. പക്ഷേ നമ്മളിപ്പോൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാം. പിന്നെ ബ്രെഡൊക്കെ നമ്മൾ റൂമിൽ നിന്ന് കഴിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നും പറയാറൊന്നുമില്ല ബ്രെഡ് കൊണ്ടുവരുന്നതിന്. മെയിൻ ഫുഡ് കൊണ്ടുവരുമ്പം വഴക്ക് പറയും. എക്സാമൊക്കെ കഴിഞ്ഞ് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളോത്തി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് ഈ റൂം തന്നെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിന് ഈ റൂമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. മുടിപ്പോൽ എനിക്ക് തോന്നുന്നത് അവർക്ക് വേറെ ഹോസ്റ്റലായിരിക്കുന്നതാണ്. അപ്പോൾ വെള്ളം നിറക്കാൻ വേണ്ടി പോകുമായിരുന്നു ബോട്ടിലിൽ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിച്ച് നമുക്ക് എന്തെങ്കിലും ചിപ്സോ അങ്ങനെ ഐസ്ക്രീമോ അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചാലോ. ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ GPay മാത്രമേ എടുക്കുള്ളൂ. അതായത് നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ള ഷോപ്പ് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഷോപ്പാണത്. അപ്പോൾ ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു കൗൺസിലിങ്ങിന് വരും. ആ ടൈമിൽ നമുക്ക് ഇൻ്റർവ്യൂവും അതേപോലെ തന്നെ ഒരു എക്സാമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അത്ര ടഫ് എക്സാം ഒന്നായിരിക്കും. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഹോസ്റ്റൽ ഫുഡൊക്കെ ഓക്കെ ആണെന്ന്. ഹോസ്റ്റൽ ഫുഡ് കുഴപ്പമില്ല. നമുക്ക് കേരള ടൈപ്പ് ഫുഡാണ് ഇവിടെ കിട്ടുക. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ളൊരു ഷോപ്പ്. ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഐറ്റംസും കിട്ടും. പിന്നെ ഇവിടെ ഈവനിങ് 4 മണി വരെ നമുക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടും. പിന്നെ സ്നാക്സും കിട്ടും. സ്നാക്സ് ഇതാ സാൻഡ്വിച്ച്, പിന്നെ സമൂസ, ഡോണറ്റൊക്കെ കാണുന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമുക്ക് പിസ്സയും കിട്ടും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേത് ഹോസ്റ്റലാണെന്നാണ്. ഇത് മുളിപ്പൂ ഹോസ്റ്റലാണ്. പെർ സ്റ്റുഡൻ്റായിട്ട് അത് ഒരാൾക്ക് 84,000 ആണ്. ഞാൻ 2023 ബാച്ചാണ്. അപ്പോൾ എനിക്ക് അത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അതിലധികം മാറ്റമുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് പോവാണ്. ഞാൻ ഇതാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. കോഴ്സ് എന്ന് പറയുന്നത് BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി. ഇതൊരു 4 ഇയേഴ്സ് കോഴ്സാണ്. അതായത് 3 ഇയേഴ്സ് കോഴ്സ് പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കാർഡിയാക് ടെക്നീഷ്യൻ ആൻഡ് സോണോഗ്രാഫർ. ബട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ലഞ്ചിന് ബിരിയാണിയാണ് കിട്ടിയിരിക്കുന്നത്, ചിക്കൻ ബിരിയാണി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആണ് അസൈൻമെൻ്റ് ഉള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഇപ്പോൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ഒരു ഡൊണേഷൻ വേണമെന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്കത്ര ഷുവർ അല്ല, എനിക്കത്ര അറിയില്ല. സോ ഞാനിന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ലോണ്ട്രീൻ്റെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലോണ്ട്രി കൊടുക്കാൻ വേണ്ടി പോവാണ്. ലോണ്ട്രിക്ക് എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കണ്ട. ലോണ്ട്രി നമ്മുടെ ഹോസ്റ്റൽ ഫീസിനോട് ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ബ്ലാങ്കറ്റ് അതിനൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ട്. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോളേജ് എങ്ങനെയുണ്ട്? പിന്നെ ഇവിടെ BCA വിത്ത് സൈബർ സെക്യൂരിറ്റി കോഴ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോളേജ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കോളേജ് തന്നെയാണ്. പിന്നെ ഇവിടെ BCA വിത്ത് സൈബർ സെക്യൂരിറ്റി കോഴ്സ് ഉണ്ട്. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായക്ക് ഇന്ന് ബേൽപൂരിയാണുള്ളത്. ഇവിടെ ടീ, കോഫി, പിന്നെ ബ്ലാക്ക് ടീ, ഇത് 3 അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ചായ ഇഷ്ടം. അപ്പോൾ ഞാൻ ചായ എടുക്കുന്നത്. ചായൻ്റെ കൂടെ ഇതാ ബേൽപൂരി. നൈറ്റ് ഡിന്നർ നൂൽപുട്ടും പിന്നെ ചിക്കൻ്റെ പാർട്സ് കറിയാണ്. അതിലൂടെ സ്വീറ്റ്സ് ആയിട്ട് ലഡ്ഡു ഉണ്ടായിരുന്നു. പക്ഷേ എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.